ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത് നിനക്ക് ചെയ്ത് ശീലല്ലേ സുസു. ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. ചമ്മന്തി അറിയണല്ലേ ചിറ്റപ്പ, ഞാൻ പോവാ. നീ ഇവിടെ നിൽക്ക്. എന്തായാലും വന്നതല്ലേ, എന്താ എന്റെ അവസാനം നോക്കിട്ട് പോ. ആ ശ്യാമ ചതിച്ചോണ്ടാ. കിട്ടുന്നില്ല സാറേ. താനിത് ആരെയാ വിളിക്കുന്നേ? പൊന്നിയെ. എടോ അവൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരിക്കും. താൻ വിളിച്ചാ കിട്ടുന്ന വേറെ ആരുണ്ടോ നോക്ക്, അവരെ വിളിക്ക. ആ, ഒരു കാര്യം ചെയ്യാം സാറേ, 100നെ വിളിക്കാം. 100നെ വിളിച്ചോ. പക്ഷേ അറിയാതെ പോലും 100ലോട്ട് വിളിക്കരുത് കേട്ടോ. പിന്നെ ആ കേസ് ഒഴിവാക്കാനായിട്ടേ 500 കളയേണ്ടി വരുവേ. ആ, ബെല്ല് പോകുന്നുണ്ട്. എന്താ പിള്ള ചേട്ടാ? എന്റെ മോളെ, അവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് സാറിന് ഇരിക്കപ്പുറന്നില്ല. എനിക്കും അറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോ. എന്തായി മോളെ അവിടുത്തെ അവസ്ഥ? പിള്ളച്ചേട്ടാ, ആദ്യത്തെ റൗണ്ട് മത്സരം 4 പേരായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഓ, അതിൽ വിജയിച്ചത് സത്യാമ്മയും ശാരദാമ്മയാണ്. ഒരു നിമിഷം മോളെ. സാറേ, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. അതിൽ വിജയിച്ചത് ശാരദാമ്മയും സത്യാമ്മയാണെന്ന്. എടോ, താൻ എന്തിനാടോ ഇങ്ങനെ ഒരു ഹംസമാവുന്നേ? താൻ ആ സ്പീക്കർ ഓൺ ചെയ്താൽ മതി. ആ കൊച്ചു പറയുന്നേ എനിക്ക് നേരിട്ട് കേൾക്കാമല്ലോ. ഓ, അത് ശരിയാണല്ലോ. ചില സമയത്ത് താൻ പനിപ്പൊട്ടണ, എന്നിട്ടും ഉത്തരാക്ഷതാന്ന് സ്വയം പറയുകയും ചെയ്യും. ഓ മോളെ, ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. ഞാൻ സ്പീക്കറിലിട്ടിരിക്കാം. അച്ഛാ, പറ മോളെ തന്നെ നേരിട്ട് കാര്യം പറ. ഇയാളാകുമ്പോ അവിടെ ഇവിടെ തൊളിയിച്ച കാര്യം പറയുന്നു. അച്ഛാ, ഫൈനൽ റൗണ്ടിൽ എത്തിയത് ശാരദാമ്മയും സത്യാമ്മയാണ്. പരമ്പരാഗതമായ കേരള ഫുഡാ ഉണ്ടാക്കേണ്ടത്. മത്സരം നടക്കുക. ആര് ജയിക്കും ജയിക്കില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരല്പം കഴിഞ്ഞ് വിജയ് ആരാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് വേണമെന്നില്ല മോളെ. ഇതിന്റെ വിജയം എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കട്ടാക്കിക്കോടോ. അതെ, മത്സരം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ യുദ്ധം പോലത്തെ കാര്യങ്ങൾ കേട്ട് ധൃതരാഷ്ട്രം തളർന്നു വീണോ? എടോ, ഈ കേരള ഫുഡ് ഉണ്ടാക്കാനായിട്ടെ ശാരദമ്മയെ വെല്ലാനായിട്ട് ഈ കേരളക്കരയിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് രുചിയാടോ അവരുണ്ടാക്കുന്ന ചമ്മന്തിക്ക് വരെ. ഞാനേ കഴിച്ചിട്ടുള്ളതുകൊണ്ട് പറയുവാ, ആ ഹോട്ടലിൽ ഇപ്പോഴും ആള് കയറുന്നതേ അവിടുത്തെ ഫുഡിന്റെ മേന്മ ഒന്നുകൊണ്ട് മാത്രമാ. പാചകത്തിന് ഒരു താളമുണ്ട്. ഒരു വറ്റൽമുളക് പൊടിച്ചിടുന്നതിന്, ഒരു വേപ്പില ഉതിർത്തിടുന്നതിന്, കുറച്ച് ഉപ്പ് കല്ല് പൊടിച്ചിടുന്നതിന്. ഇപ്പോഴത്തെ ഉപ്പൊടിയൊന്നും അല്ല കേട്ടോ. അതെല്ലാം കൃത്യമായ അളവില് കൃത്യമായി പാചകം ചെയ്താ ആ നാവിനറിയാം അതുണ്ടാക്കിയ ആളുടെ മഹത്വം. അത് ശാരദാമ്മയിലുണ്ട്. പാചകം അവർക്കൊരു ജോലിയല്ല, അതിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാ. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളിനെ ഒരാൾക്കും തോപ്പിക്കാൻ ഒക്കത്തില്ലടോ. പ്രതീക്ഷ കൈവിടണ്ട സാറേ. ആ ശാന്ത. എടോ, ഒന്ന് പോടോ. എടോ, ഉപ്പോളും വരുവോടോ ഉപ്പിലിട്ടത്. ശാരദാമ്മ അല്ല. ഈ ഒന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇനിയുള്ള മത്സരേ താൻ പറയാതെ തന്നെ എനിക്ക് കാണാൻ പറ്റും. ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ടടോ. ഭഗവാനെ രക്ഷിച്ചേക്കണേ. സത്യാമ്മയെ പരാജയപ്പെടുത്തല്ലേ. എന്ത് വഴിപാട് വേണേലും നടത്തിക്കോളാമേ. ഒരു തോൽവിയും ഉണ്ടാവരുതേ.
ഉണ്ടാക്കുന്ന കറികൾക്കും സത്യമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും ഒരേ രുചിയായിരിക്കും അല്ലേ? അതെങ്ങനെയാ? രണ്ടും രണ്ടുപേരല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അമ്മയിൽ നിന്നും പഠിച്ചുകൊണ്ടുപോയ വിദ്യ തന്നെയല്ലേ ശാന്തേച്ചി അവിടെ കൈകാര്യം ചെയ്യുന്നത്? ആള് രണ്ടാണെങ്കിലും കളരി ഒന്നാണല്ലോ. അതെന്തേലും ആവട്ടെ. നീ ഒരു കാര്യം ചെയ്. ദാ ഇഞ്ചിയും കുരുമുളകും ഒന്ന് ചതച്ചെടുത്തേ വേഗം. അമ്മയുടെ സ്പെഷ്യൽ മല്ലിയിലയ്ക്ക് പ്രാവശ്യം റോളൊന്നും ഇല്ലേ? ഒരു പേരിന് രണ്ടിലയങ്ങ് ഉതിർത്തിട്ടോ. അമ്മ, ശാന്തേച്ചി ഒന്നും നോക്കുന്നു പോലും ഇല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും കഴിഞ്ഞില്ലേ? സത്യാമ്മയ്ക്ക് 1ാം സ്ഥാനം വാങ്ങിക്കൊടുക്കാനുള്ള വാശിയില. ഗുരുവാണോ ശിഷ്യയാണോ ജയിക്കുന്നതെന്ന് ഇന്നറിയാം. അതെ ശാന്ത, ഞാൻ കപ്പ വേവിച്ചു വെക്കുമ്പോഴേക്ക് ശാന്ത ആ മുളക് ചമ്മന്തിയുടെ കാര്യം നോക്ക്. അറിയാലോ, ആ മുളക് ചുട്ടു തന്നെ അരയ്ക്കണം. കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. എന്നാലേ നാട് സ്വാദ് കിട്ടും. ശരി സത്യമ്മ, ഞാൻ മുളക് ചുട്ടെടുക്കാം. ബാക്കിയൊക്കെ സത്യമ്മ തന്നെ ചെയ്താൽ മതി. ഇതിന്റെ എക്സ്പെർട്ട് സത്യമ്മയാണല്ലോ. തള്ളയ്ക്ക് തണുപ്പടിച്ചെന്ന് തോന്നുന്നു. തീ കായാനായിട്ടെ സഹായിയുടെ മുളക് കത്തിക്കുന്നു. കണ്ടുപഠിക്കടി, നല്ല ഒറിജിനൽ മുളകേ മതി. പറയുമ്പോ തന്നെ നാവിൽ വെള്ളം വരുന്നു. അപ്പൊ പിന്നെ അത് കപ്പയും കൂടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അവസ്ഥ ആലോചിക്കുന്നത്. കഴിച്ചിട്ടുണ്ടാ? പാടാ, പാചകം ചെയ്ത് ശീലമില്ലാത്ത നിനക്ക് ഈ വക പരിപാടികളിൽ അറിയപ്പെട്ടു. പിന്നെ എങ്ങനെ കഴിക്കണേ? ചിറ്റപ്പ, ഇതൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത് നിനക്ക് ചെയ്ത് ശീലമില്ല സുസു. ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. ചമ്മന്തി അറിയിക്കണില്ലേ? ചിറ്റപ്പ, ഞാൻ പോവാ. നീ ഇവിടെ നിൽക്ക്. എന്തായാലും വന്നേല്ലേ, എന്താ എന്റെ അവസാനം നോക്കിട്ട് പോ. ആ ശ്യാമ ചതിച്ചോണ്ടാ. ഇല്ലെങ്കിൽ ഈ 2 തള്ളമാരെ ഇവിടെ നിന്നിങ്ങനെ ഷൈൻ ചെയ്യില്ലായിരുന്നു.